ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് മോഡുലർ കിച്ചൺ രീതികൾ, വിവിധ തരം രീതികളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള മോഡുലർ കിച്ചൺ നിർമ്മാണ രീതികൾ, അതുപോലെ കിച്ചണിൻ്റെ സൗകര്യങ്ങൾ. സാധാരണ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി അനുബന്ധമായിട്ട് ചെയ്യാറുള്ള ചില സംവിധാനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടതും, അതുപോലെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ചില വ്യത്യാസങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ജീവിത ശൈലിക്കും രീതികൾക്കും അനുസരിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. സാധാരണ ഒരു ബേസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അതിൻ്റെ ഏകദേശം 25-ലധികം ശതമാനം, 30-40% വരെയൊക്കെ ഉള്ള കിച്ചണുകൾ ഉണ്ട്. കിച്ചണിൻ്റെ അനുബന്ധ ഭാഗങ്ങൾ, അതായത് ഡൈനിങ്, അതുപോലെ സ്റ്റോർ റൂം, വർക്ക് ഏരിയ എന്നിങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങൾ കൂടി കിച്ചനോടുള്ള ബന്ധത്തിലുണ്ട് എന്നുള്ളതാണ് മലയാളികളുടെയൊക്കെ വീട് നിർമ്മാണ രീതിയിലെ ഒരു പ്രത്യേകത. അത് ഒരു പരിധിവരെ അവരുടെ ജീവിത ശൈലിക്കും നമ്മുടെ സാധാരണ റൊട്ടീനും, അതുപോലെ നമ്മൾ ആ ഭക്ഷണ കാര്യങ്ങളോട്, കിച്ചണും ആയിട്ടനുബന്ധ കാര്യങ്ങളോട് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യാനും പല കാര്യങ്ങൾക്കുമായിട്ട് പോകാനിടയൊക്കെയായി. അപ്പോൾ പല സ്ഥലങ്ങളിലും ഉള്ള ഒരു പ്രത്യേക രീതി എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കിച്ചണുകളായിരിക്കും. ഒരു കിച്ചൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം, ഒരു ബാത്റൂമിൻ്റെയൊക്കെ ഏകദേശം അത്രയും വലുപ്പങ്ങൾ മാത്രമുള്ള ചെറിയ ചെറിയ കിച്ചണുകളാണ് പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ആണെങ്കിൽ സാധാരണ കിച്ചണിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും, ലൈറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യാറ്. അതുപോലെ സൗത്ത് ഇന്ത്യയിലും, അത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിലൊക്കെ പൊതുവായിട്ട് കാണാറുള്ളത് ആ ഒരു ശൈലിയാണ്. ഞാൻ ഒരിക്കൽ ഒറീസയുടെ ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ചില വർക്കിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന കിച്ചണുകൾ എന്ന് പറഞ്ഞൊരു കിച്ചൺ, ഒരു പ്രത്യേക റൂം പോലും ഇല്ലാത്ത ഒരു ചെറിയ റൂമിൽ ഡൈനിങ്ങും വിസിറ്റിംഗ് റൂമും കിച്ചണും എല്ലാം ഒരു ചെറിയൊരു ഹാളിൻ്റെ ഭാഗമായിട്ട് ഉള്ള രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ ചെറിയ ഒരു 3-4 ഡോറുകൾ മാത്രമുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ്, അതിൻ്റെ മുകളിലൊരു ചെറിയ ബോക്സ്, അതിൻ്റെ മേലെ ഒരു ബെർത്ത് ഉണ്ടെങ്കിൽ അതിനൊരു 3-4 ഡോറിൻ്റെ പ്രൊവിഷൻ. ഇത്രയാണ് ഒരു കിച്ചൺ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അത് ഓരോ സംസ്ഥാനത്തും ഓരോ ആളുകൾ, ഓരോ സംസ്കാരത്തിനും അവരുടെ ജീവിത രീതിക്കും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കാര്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഫുഡിൻ്റെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഫുഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് വെറൈറ്റി, ഒരുപാട് സ്റ്റൈലുകൾ. ചിലർ നോൺ വെജ് കുക്ക് ചെയ്യാനൊരു പ്രത്യേക കിച്ചൺ, അതുപോലെ വെജിറ്റേറിയന് മാത്രം ഒരു സെക്ഷൻ, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ചില ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ടോസ്റ്റിങ്, ബേക്കിങ് പോലെയുള്ളതിനൊക്കെ പ്രത്യേക സൗകര്യങ്ങൾ, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രത്യേകം സൗകര്യങ്ങൾ, ഹീറ്റർ പോലെയുള്ള പ്രത്യേക സംവിധാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും സ്പേസും കാര്യങ്ങളും കിച്ചൺ അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. അതായത് ഇന്ന് ആധുനിക കിച്ചൺ, മോഡേൺ കിച്ചണുകൾ ഉണ്ടാക്കുമ്പോൾ അതിലൊരുപാട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പാൻട്രി യൂണിറ്റ് ആണെങ്കിൽ, പാൻട്രി യൂണിറ്റ് തന്നെ ഒരു സ്റ്റോർ റൂമിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതിലൊരുപാട് ഷെൽഫുകൾ, അതുപോലെ റിമൂവബിൾ ഷെൽഫുകളായിട്ട്, അതുപോലെ അഡ്ജസ്റ്റബിൾ ഷെൽഫുകളായിട്ട് ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു കിച്ചൻ്റെ സെറ്റിങ്സിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കിച്ചൻ്റെ ബോക്സ്. അണ്ടർ കൗണ്ടർ ബോക്സിന് അടിയിലായിട്ട് നമുക്ക് ബോട്ടിൽ പുള്ളൗട്ടുകൾ, അതുപോലെ ടാൻഡം ബോക്സുകൾ, എസ്കോറോസലുകൾ, ഡി ട്രേകൾ, അതുപോലെ 3/4
അങ്ങനെയൊക്കെയുള്ള നിരവധി ഫിറ്റിങ്ങുകളും സംവിധാനങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള വിവിധതരം സ്റ്റോറേജുകൾ, വേറെ സ്റ്റോറേജ് സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയും. എത്ര പുകയുള്ള കുക്കിംഗ് ആണെങ്കിലും, എത്ര സ്മോക്കും സ്മെല്ലും ഉള്ള കുക്കിംഗ് ആണെങ്കിലും അതിനെയൊക്കെ സക്ക് ചെയ്ത് പുറത്ത് ഔട്ട് ചെയ്യാനുള്ള, എയർ ഔട്ട് ചെയ്യാനുള്ള, എയർ ക്ലീൻ ചെയ്യാനുള്ള ഇലക്ട്രിക് ചെമ്മിനികൾ നമുക്ക് ഇന്ന് അവൈലബിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളതെല്ലാം വേണ്ട വിധത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു കിച്ചൺ സംവിധാനങ്ങളൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമ്മളൊരു വീടിൻ്റെ കിച്ചൺ കാര്യങ്ങളും കിച്ചൺ അനുബന്ധ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തി പരമാവധി ചുമരുകൾ ഒഴിവാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കിച്ചൻ്റെ അകത്തളത്തെ സൗകര്യങ്ങളും നമ്മുടെ കൈയകലത്ത് ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കാനും പല സ്ഥലത്ത് ഓടി നടന്ന് ചെയ്യുന്നതിന് പകരം ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ മാക്സിമം കാര്യങ്ങൾ ക്രമീകരിക്കാനും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഒരു മോഡേൺ കിച്ചണായിട്ട് നമ്മൾ ആ നിലയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ചിമ്മിനിക്ക് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ സ്റ്റോറേജ്, റെഡിമെയ്ഡ് സ്റ്റോറേജുകൾ, അതേപോലെ അഡ്ജസ്റ്റബിൾ സ്റ്റോറേജുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പാൻട്രി യൂണിറ്റിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വലിയ ക്യാബിനറ്റിൽ കൊള്ളുന്ന അത്രയും സാധനങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്തുകൊണ്ട് പല സൈസിലുള്ള, പല ഹൈറ്റിലുള്ള ബോട്ടിലുകൾ, പല റേഞ്ചിലുള്ള ചെറിയ ചെറിയ ബോട്ടുകൾക്ക് ഒരു സെക്ഷൻ, വലിയ ഒരു മീഡിയം ബോക്സുകൾക്ക് കണ്ടെയ്നറുകൾക്ക് ഒരു സെക്ഷൻ, അത് വലിയ കണ്ടെയ്നറുകൾക്ക് ഒരു സെക്ഷൻ, അതുപോലെ അല്പം വെയിറ്റ് കൂടിയ ബോക്സുകളായിട്ടുള്ള സാധനങ്ങൾ വയ്ക്കാൻ, അല്ലെങ്കിൽ ചെറിയ ടിന്നുകൾ, വലിയ ടിന്നുകൾ, ഭരണികൾ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഓർഗനൈസ് ചെയ്ത് പല രീതിയിൽ വയ്ക്കാനുള്ള പ്രൊവിഷനുകൾ നമുക്ക് ഈ പാൻട്രി യൂണിറ്റിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ടാൻഡം ബോക്സുകളിലായാലും നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻസുകളുണ്ട്. അതുപോലെ ഓവർ ഹെഡ് യൂണിറ്റിലായാലും GTBT പോലെയുള്ള സംവിധാനങ്ങൾ, ബാസ്ക്കറ്റുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആ നിലയിൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ കിച്ചണിൻ്റെ മിഡിൽ യൂണിറ്റിൻ്റെ മുകളിൽ പൊതുവെ കേരളത്തിൽ ഉള്ള കിച്ചണുകൾക്ക് ഇല്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് ലോഫ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരുപാട് ജങ്ക്സ് സ്റ്റോറേജുകൾ, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനായിട്ട് ഈ ലോഫ്റ്റുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരിക്കലും നമ്മുടെ ആ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതാണെങ്കിലും നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സ്റ്റോർ റൂമിലെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ലോഫ്റ്റുകൾ പോലെയുള്ള വർക്കുകൾ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത. മാത്രമല്ല അതിന് പ്രത്യേകമായിട്ട് ഒരു കൂടുതലായിട്ടുള്ളൊരു എക്സ്പെൻസോ കാര്യങ്ങളോ നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ചിമ്മിനിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഒരു എക്സോസ്റ്റ് ഫാനും കൂടെ. അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ചിമ്മിനി വർക്ക് ചെയ്യാത്ത സമയങ്ങളിൽ പോലും നമുക്ക് ഒരു ഇൻവേർട്ടറിൽ UPSുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിച്ച് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ പുകയോ കാര്യങ്ങളോ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുക്കിങ്ങിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം പുതിയ കേരള സ്റ്റൈലിലുള്ള നമ്മുടെ ജീവിത രീതിക്കനുസരിച്ചുള്ള ഒരു കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു.